നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തതെന്ന് മന്ത്രി. മാള ഡി-സോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് SHOയ്ക്ക് സസ്പെൻഷൻ. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. സഞ്ചരിക്കുന്ന ക്രിമറ്റോറിയം പദ്ധതിയുമായി മാള പഞ്ചായത്ത്. പൊതുശ്മശാനത്തിന് സ്ഥലം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് മൊബൈൽ ക്രിമറ്റോറിയം ഒരുക്കുന്നത്. സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും താലികെട്ടിനും അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അവധി ദിനമായതും മുഹൂർത്തമുള്ള ദിവസമായതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. 215 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. കേരള നഗരനയ കമ്മീഷൻ പുതുതലമുറയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് തിങ്കളാഴ്ച ശക്തൻ സ്റ്റാൻഡിൽ സ്റ്റുഡൻസ് കൌൺസിൽ സംഘടിപ്പിക്കും. അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ വിദ്യാർത്ഥി കൺസൾട്ടേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. കേച്ചേരിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പൂജ സ്റ്റോർ ഉടമ ചിറനല്ലൂർ സ്വദേശി തസ്വീറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മുകേഷ് MLAക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത്. 2019 ശേഷം തൃശൂർ ജില്ലാ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 7 വരെ തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് റാലി നടക്കുന്നത്. വാഴക്കോട് കാറിടിച്ച് പുള്ളിമാൻ ചത്തു. 2 വയസ്സ് പ്രായമായ പുള്ളിമാനാണ് കാറിടിച്ച് ചത്തത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിൽ ഒന്നായ സ്വച്ഛ് സർവേക്ഷനെ വരവേൽക്കാൻ വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വച്ഛ് ഗാർഡൻ ഒരുങ്ങി. കുറാഞ്ചേരിയിലാണ് സ്വച്ഛ് പൂന്തോട്ടവും വാട്ടർ ഫൗണ്ടേഷനും ഒരുക്കിയിട്ടുള്ളത്. വെള്ളറക്കാട് ഇടവകയിലെ 3 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം കൊഴുക്കുള്ളി ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ നവീൻ മുരിങ്ങാത്തേരിക്ക് യാത്രയയപ്പ് നൽകി. കൈക്കാരന്മാരായ PP ജോസ്, NP സേവി, NJ ജെബി, PB ലൈജോ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി വേലയോടനുബന്ധിച്ച് മുല്ലയ്ക്കൽ നാടക സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവെന്ന നാടകം അരങ്ങേറി. നാടകസംഘത്തിന്റെ 1ാമത്തെ കലോപഹാരത്തിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ലങ്കാലക്ഷ്മി നിർവഹിച്ചു. തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത വിജയഗാഥ രചിച്ച സഹോദരങ്ങൾ. വലപ്പാട് പാട്ടുകുളങ്ങര സ്വദേശികളായ നരിക്കുഴിപ്പറമ്പിൽ ത്വാഹ, സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയാണ് മികച്ച വിളവ് നൽകിയിരിക്കുന്നത്. രേഖാചിത്രം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് രാമു സുനിലിനെ ആദരിച്ച് കിഴക്കുംപാട്ടുകര അഭയം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. പ്രൊഫസർ I ഷൺമുഖദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 77ാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും നടന്നു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ വിത്ത് വിതയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുരിയച്ചിറ പോപ്പ് ജോൺ LP സ്കൂളിന്റെ 57ാം വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ ആൻസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ഗുരുവായൂർ തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രക്ഷാധികാരി PK ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം സെന്റ് ജോൺ ബോസ്കോ പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജസ്റ്റിൻ ജേക്കബിന് സ്വീകരണം നൽകി. BJP ജില്ലാ ട്രഷറർ KR അനീഷ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കൈപ്പമംഗലം ഏരിയ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു.
ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ മണലൂർ ഏരിയ പ്രവർത്തക യോഗം പൂവത്തൂരിൽ ചേർന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സുമേഷ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്ര വേല പൂരത്തോടനുബന്ധിച്ച് അക്കിക്കാവ് നന്മ ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. വിവേകാനന്ദ കോളേജിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം എഴുത്തുകാരി ഡോക്ടർ സോയ ജോസഫ് നിർവഹിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസവും വർഗീയ രൂപവൽക്കരണവും എന്ന വിഷയത്തിൽ കാട്ടക്കമ്പാൽ ചിറക്കലിൽ സെമിനാർ നടന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ മേഖലയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് കേരള സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി പി കെ സായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന വിവാദമായി. ആദിവാസി വിഭാഗത്തെ നയിക്കാൻ ഉന്നതകുല ജാഥർ വരണമെന്നായിരുന്നു പരാമർശം. വിവാദത്തെ തുടർന്ന് പ്രസ്താവന ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നുവെന്നും ജാതി വേർതിരിവ് മാറ്റണമെന്നുമാണ് താൻ ഉദ്ദേശിച്ചതെന്നും മന്ത്രി. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ ലോക ജേതാക്കളായത്. മലയാള സിനിമ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മകൾക്ക് 15 വയസ്സ്. 1.5 പതിറ്റാണ്ടാവുമ്പോഴും ഹനീഫയ്ക്ക് പകരക്കാരനില്ല. ആ ചിരിയും ശബ്ദവും പകർന്നാടിയ വേഷങ്ങളും കാലാതീതമായി നിൽക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലുവാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അഗതി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. പ്രശസ്തമായ മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പഞ്ചാരി മേളത്തിന് ചൊവ്വല്ലൂർ മോഹന വാര്യർ നേതൃത്വം നൽകി. തൃശൂർ വാടാനപ്പള്ളി റോഡിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ സ്വകാര്യ ബസ്സുകൾ. ബ്ലോക്കിൽ എതിർദിശയിലൂടെ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുവന്ന ബസ്സുകളാണ് ആംബുലൻസിന്റെ വഴി മുടക്കിയത്. ഇതേ തുടർന്ന് 5 മിനിറ്റോളം ആംബുലൻസ് കുടുങ്ങി. അപകടക്കെണിയായി നടുവിലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. ഏതു നിമിഷവും സ്ലാബ് പൂർണ്ണമായും തകരാൻ സാധ്യത. സംസ്ഥാനത്ത് നാളെയും താപനില ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പുത്തൂർ മാന്നാമംഗലത്ത് അക്രമകാരിയായ മലയണ്ണാനെ പിടികൂടി. കഴിഞ്ഞ ദിവസം മലയണ്ണാന്റെ ആക്രമണത്തിൽ മാന്നാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്ക് പരിക്കേറ്റിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് വനംവകുപ്പ് അധികൃതർ കെണിവെച്ച മലയണ്ണാനെ പിടികൂടിയത്. വ്യാജരേഖ ചമച്ച ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി നേടിയ ഉദ്യോഗസ്ഥനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്താക്കി. ദേവസ്വത്തിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന കോലഴി കാട്ടുങ്ങൽ വീട്ടിൽ അനൂപ് ചന്ദ്രനെയാണ് ബോർഡ് പുറത്താക്കിയത്. അതിരപ്പള്ളി പഞ്ചായത്ത് വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. വാഴച്ചാൽ ഉന്നതി മൂപ്പത്തി ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. കളമെഴുത്തുപാട്ടിലെ കുലപതിയും പാറമേക്കാവ് ക്ഷേത്രത്തിലെ കോമരവുമായിരുന്ന മുളങ്ങുന്നത്തുകാവ് കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് അനുസ്മരണം പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ നാട്ടിക ഏരിയ സമ്മേളനം തൃപ്രയാർ പോളിടെക്നിക് ഹാളിൽ നടന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു M. അലക്സ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.